ഈ നെയ്യപ്പം വടയൊക്കെ ശബരിമലയിലെ ഉണ്ണിയപ്പം വരെ ആമർ വെച്ച് അടിച്ചെങ്കിലേ പൊട്ടത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട? പോയിട്ട് അതിനുണ്ട് ഇന്ന് കാണൂല. കഴിഞ്ഞ കൊല്ലം തീ കൊല്ലത്തൊക്കെ തന്നെ ആമർ വേണം അടിച്ചു പൊട്ടിക്കാൻ. പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ, ഒരു മയം ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഇരിക്കത്തില്ല. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്ത് പറ്റി? ഇതിനകത്ത് വറുത്താൽ എത്ര നാളുകളിൽ മണ്ണെണ്ണയ്ക്കകത്ത് വറുത്താൽ ഒരു സാധനവും കേടാവൂല. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു സാധനങ്ങളും കേടാവാത്തത്. സമോസ, നെയ്യപ്പം ഇതൊക്കെ ഇപ്പൊ കേടാവുന്നുണ്ടോ? ബോണ്ട വല്ലതും കേടാവുന്നുണ്ടോ? നൂല് വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇതിനകത്താണ് വറക്കുന്നത്. അപ്പൊ കടക്കാരനും ഇത് മതി. കാരണം അവന് നാളെ ഇന്ന് വിറ്റില്ലേ നാളെ വിൽക്കാം. കണ്ടോ? എല്ലാരും കൂടെ കൂടി. അവനും അറിയില്ല സത്യം പറഞ്ഞാൽ ഈ കടക്കാരൻ ഇത് ഉണ്ടാക്കിയിട്ട് അവനും തിന്നുന്നുണ്ട്. പുള്ളിക്കാരും അറിയില്ല പുള്ളിക്കാരൻ തിന്നുന്നത്. ആ പാവക്കാരൻ ഒന്നും അറിഞ്ഞു എന്തായി തിന്നുന്നത്. കേടാവാത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അവനും പറഞ്ഞു കേടാവത്തില്ല, കഴിച്ച് കെട്ടിക്കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഏത് മണം ചേർക്കുന്നു ആ മണം, ഏത് നിറം ചേർക്കുന്നു ആ നിറം. അതില് 2-3 ഞാൻ കാണിച്ചു നോക്കൂ. വല്ല മണം ഉണ്ടോ നോക്കൂ? ഇല്ലല്ലോ. ഒന്ന് നോക്കൂ. വല്ല മണം ഉണ്ടോ നോക്കൂ? ഇല്ലല്ലോ. ഇല്ല. അതിന്റെ അടപ്പ് മറ്റേ ഈ സ്പിരിറ്റിന്റെ അടപ്പ് വെച്ച് അടച്ചില്ല. സ്പിരിറ്റിന്റെ അടപ്പ് വെച്ച് ഇവിടെ സ്പിരിറ്റ് ഇവിടെ ഉണ്ടാക്കാം. വേണമെങ്കിൽ അവസാനം ഉണ്ടാക്കി അതിന്റെ എസൻസിൽപ്പെട്ടിവിടെ ചുമ്മാറിഞ്ഞല്ല. അതിന്റെ കളറും എസൻസും എല്ലാം ഇല്ല. അവസാനം വേണം എന്നോട് പറഞ്ഞാൽ ചെയ്തു തരും. അല്ല, അത് അവസാനം ഞാൻ കാണിച്ചു കൊടുത്തേ പോകുള്ളൂ കേട്ടോ. എല്ലായിടത്തും പോകുമ്പോൾ അവസാനമാവാതെ ചെറു അമൗണ്ടായി കൊടുത്തിട്ടു. അത് അറിയേണ്ട കഴിക്കുന്നത് എന്താണ്? സാർ ആരും പറയാതിരിക്കാമെങ്കിൽ ഞാൻ കള്ളിന്റെ യോഗം പറഞ്ഞില്ല. വേഗം എഴുതി കൈ ഉണ്ടാക്കുന്നതിനെ കൊടുത്തു. കള്ളിന്റെ യോഗം എഴുതി കൊടുത്തു. കള്ള് 18 ലിറ്റർ കള്ളം ഉണ്ടെന്ന് യോഗം എഴുതി. 18 ലിറ്റർ കള്ള് ഏത് ഗട്ടറിലായാലും നമ്മൾ ഇവിടെ ഇത് നമ്മുടെ ജാസ്മിൻ ഹെയർ ഓയിലിന്റെ എസൻസ്. ജാസ്മിൻ ഹെയർ ഓയിലിന്റെ പരസ്യം കാണിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. മുല്ലപ്പൂവിനെ വെല്ലുന്ന മണമെന്ന് അവർ പറഞ്ഞാൽ മുല്ലപ്പൂ മണമെന്നല്ല അവർ പറഞ്ഞത്. ശ്രദ്ധിച്ചു നോക്കണം. മുല്ലപ്പൂവിന് വെല്ലുന്ന മണം. അവിടെ മുല്ലപ്പൂ പറഞ്ഞൊരു ഇല്ല. നിങ്ങളെ ഓരോന്നിനകത്ത് അവരുടെ ഓരോ ചതുവ് ഒളിച്ചിരിപ്പുണ്ട്. ഈ ഒഴിച്ചത് മുല്ലപ്പൂവിന്റെ മണം. ഒന്നാം ഗ്ലാസ് ജാസ്മിൻ ഹെയർ ഓയിൽ. അതിന്റെ മണം എന്റെ വേറെ ഉണ്ട്. ഒറിജിനൽ കുപ്പിയിൽ നിന്ന് പിടിച്ചു. ആ ഇതിനെയും കാട്ടി നല്ല മണമാണ്. ഇത് ജാസ്മിൻ ആണോ? ജാസ്മിൻ ഇതേ സാധനം കൊണ്ട് എങ്ങനെയാണ് വരാൻ പോകുന്നത്? വെളിച്ചെണ്ണ. ഇപ്പൊ ജാസ്മിൻ ഉണ്ടാക്കുന്നതില്ലേ, ഇത് കാറിയ വെളിച്ചെണ്ണയാണിത്. എന്നുവെച്ചാൽ കാറിയ എന്ന് പറഞ്ഞാൽ കനച്ചത്. ഈ കനച്ച വെളിച്ചെണ്ണയാണ് സമ്മതിക്കാലോ. ഇപ്പൊ ഈ സാധനം കളറൊക്കെ നോക്കിക്കോട്ടെ നിങ്ങള്. ഇപ്പൊ ഇത് ട്രിപ്പിൾ റിഫൈൻ ആവാൻ പോകുന്ന നോക്കിക്കോളൂ. കണ്ടല്ലോ കളർ. എവനെ ശാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ട്രിപ്പിൾ റിഫൈൻ ആവും. വേണ്ട 2 ലെയറാണോ? ലെയർ 2 വേണ്ട. ഇച്ചിരി മേലിൽ കൂടെ വെച്ചു കൊടുക്കുക. നല്ലോണം കാണാൻ. ലെയർ 2 ആവുന്നുണ്ടോ? റിഫൈൻ ആവുന്നുണ്ടോ? മറ്റേ കളർ മാറുന്നുണ്ടോ? ഈ കളർ മാറുന്നുണ്ടോ? മാറി വരുന്നുണ്ടോ? പിടിച്ചോളൂ. ട്രിപ്പിൾ റിഫൈൻ. സമ്മതിക്കോ? വീട്ടിൽ മേടിക്കുന്ന വെളിച്ചെണ്ണയാണോ അത്? മണത്ത് നോക്കുക. ഇതെന്റെ വീട്ടിൽ ആദ്യ വെളിച്ചെണ്ണ കനച്ചു തുടങ്ങി. അത് റിഫൈൻ ആയിപ്പോ ഇനി അത് കേടാവില്ല. എത്ര നാളുകളിൽ ഇരുന്നു കൊണ്ടുവച്ചോളൂ. ഇനി ഇതേ സാധനം ഇവിടെ കൊട്ടച്ചുക്കാരി ഉണ്ടാവുന്ന നോക്കിക്കോളൂ. ഇതാണ് നിങ്ങൾ ആയുർവേദം പോയി കഴിക്കുന്നത്. കുപ്പിയെല്ലാം ഒന്നാണ്. ഞാൻ ഈ കുപ്പി മാറ്റിയിട്ടില്ല. നോക്കിക്കോണം.
ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഈ മണം അടിപൊളി മണമല്ലേ? ഇപ്പോൾ ഇതിന്റെ ഇരട്ടി മണമാണെന്ന് നോക്കണം. ഇതിന്റെ ഇരട്ടി മണവും ഇത് കൊട്ടച്ചുക്കാരിയല്ല, ഇത് ധർത്തൂര പത്രാദി കേരം. എന്നാൽ നിങ്ങൾ കൊട്ടച്ചുക്കാരി ആയി പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സാധനം ഇപ്പൊ ഞാൻ കാണിച്ചത് ധർത്തൂര പത്രാദി കേരമാണ്. ഇതുണ്ടല്ലോ, കണ്ടോ? ഇനിയൊന്ന് കാണത്തെ. ഇപ്പോൾ ഇതിന്റെ മണം മാറി, കളർ മാറി, എല്ലാം മാറി. അടിപൊളി. ഏതിനകത്ത് ഇത് ഒഴിക്കുന്നുവോ അത് അതിന്റെ മണവും അതിന്റെ പിന്നെ കളറും കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്ന് എല്ലാവർക്കും ഒന്ന് കൊടുക്ക. എന്നില്ലേ ഇതോ പിടിച്ചോ, ഇതൊന്ന് പിടിച്ചോ. ഈ കാണുന്ന എല്ലാ ബോഡിയും കൂടി ഒത്തിരി ബോഡി നമ്മൾ പെട്ടെന്ന് തീർക്കുന്നത് കൊണ്ട് കൂടുതൽ പോകുന്നില്ല. ഈ ഇരിക്കുന്നതും ഈ സാധനങ്ങളുടെ എല്ലാത്തിന്റെ ഇതിന്റെ പുറത്തെ സ്റ്റിക്കർ പോയി, അതിനകത്ത് സ്റ്റിക്കർ ഉണ്ട്. എന്നാ ഇതായിരിക്കാം വേണ്ടത്. ഈ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം വേറെ വേറെ പ്രൊഡക്റ്റാണല്ലോ. ഒരു പ്രൊഡക്റ്റല്ലല്ലോ, സമ്മതിച്ചൂടെ? എല്ലാം വേറെ വേറെ പ്രൊഡക്റ്റാണ്. എന്നാൽ അതിനകത്ത് എഴുതിയിരിക്കാൻ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. എല്ലാത്തിന്റെയും കീ ഇൻഗ്രീഡിയൻസ് മിനറൽ ഓയിൽ ആണോ? ആണല്ലോ, മിനറൽ ഓയിൽ ആണല്ലോ. അതിനകത്ത് നോക്കോ മിനറൽ ഓയിൽ. ഇനി അതിനകത്ത് ഒന്നുകൂടെ നോക്കോ, കീപ് ഔട്ട് ഓഫ് ഫ്രീ ചിൽഡ്രൻ. കൊച്ചുങ്ങളെ 7 അയലത്ത് വെച്ചേക്കുന്നത് എഴുതിയിട്ടുണ്ട്. എഴുതിക്കോളൂ. അടുത്തത് ചൊറിച്ചിലുണ്ടായാൽ അപ്പോഴേ നിർത്തിയേക്കാൻ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോളൂ, വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? വാണിംഗ് കൊടുത്തിട്ടുണ്ടോ? ഒരു ബോട്ടിലല്ല, എല്ലാ ബോട്ടിലും ഒരു സാധനമാണ് മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണെന്നുള്ളതിന്റെ തെളിവ്. മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണെന്നുള്ളൊരു തെളിവ് സമയത്ത് എസൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓരോന്ന് കോപ്പി എടുത്ത് വെച്ചോളുക. ഇതാ എന്താണ് മിനറൽ ഓയിൽ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചോളൂ. മണ്ണെണ്ണ, ലിക്വിഡ് പാരഫിൻ ഹാസ് നമ്പർ ഓഫ് നെയിംസ്. ഒന്ന് വായിച്ചു. എൻസൈക്ലോപീഡിയ കള്ളം പറയുന്നില്ല. എൻസൈക്ലോപീഡിയക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത സാധനമാണ്. അത് നിങ്ങൾ വിശ്വസിക്കേണ്ട. അമരാവതിയില് ജോൺസൺ ആൻഡ് ജോൺസന്റെയും ഹിമാലയ ഫാർമസ്യൂട്ടിക്കൽ ആയുർവേദക്കാരന്റെയും കുട്ടികളുടെ പുറത്ത് തേച്ചിട്ട് കുട്ടികളുടെ പുറത്ത് ഡ്രൈ സ്കിന്നായി മുടി കൊഴിയാനും ആ ചൊറിച്ചിലുണ്ടായപ്പോൾ നാട്ടുകാരുടെ ശല്യം സഹിக்க വയ്യാഞ്ഞ് അമരാവതി കോടതിയിൽ പബ്ലിക് ഗവൺമെന്റ് എൻക്വയറി കമ്മീഷനെ വെച്ചതിന്റെ ഡീറ്റെയിൽ വിട്ടു. എണ്ണ തേച്ച് ജോൺസൺ ആൻഡ് ജോൺസന്റെയും ഹിമാലയ ഫാർമസ്യൂട്ടിക്കലുകാരന്റെയും എണ്ണ തേച്ചിട്ട് ചൊറിച്ചിലുണ്ടായി സഹിக்க വയ്യാതെ വന്ന് സർക്കാർ എൻക്വയറി കമ്മീഷനെ വെച്ചപ്പോ അവരുകൊണ്ട് എൻക്വയറി കമ്മീഷൻ എൻക്വയറി നടത്തിക്കൊണ്ട് കൊടുത്ത കോടതിയുടെ പേപ്പറാണ് ആയിരിക്കുന്നത്. എന്താണ് അതിന് പറഞ്ഞേക്കുന്നത് അറിയോ? ജോൺസൺ ആൻഡ് ജോൺസണിനകത്ത് 100% മണ്ണെണ്ണയാണെന്നും ഹിമാലയ ഫാർമസ്യൂട്ടിക്കലുകാരനകത്ത് 96% ആണ്. ഉണ്ടോ അതിനകത്ത് 96% എഴുതിയിട്ടുണ്ട്. ഹിമാലയ ഫാർമസ്യൂട്ടിക്കൽ ആയുർവേദക്കാരൻ 96% മണ്ണെണ്ണയാണെന്നും ഇത് കുട്ടികളുടെ പുറത്ത് തേച്ചാൽ നമ്മുടെ സ്കിന്ന് ചൂട് സമയത്താണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹോളുകളെല്ലാം തുറന്നിരിക്കുന്നത് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു ശതമാനം ഉള്ളിൽ കയറുന്നത് കൊണ്ട് ഇത് ശരീരത്ത് പോയി ടോക്സിൻ ഉണ്ടാക്കി ചൊറിച്ചിലുണ്ടാക്കും, ഡ്രൈ സ്കിൻ ആവുമെന്ന് അവർ കൊണ്ട് കൊടുത്തു. ഇത് സ്ഥിരമായി തേക്കുന്ന കുട്ടികളുടെ തലമുടി നരയ്ക്കുമെന്നും പൊഴിയുന്ന മുടി കിളിക്കില്ല എന്നും. അല്ല മനസ്സിലായോ? ഇത് അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ സാധനം നമ്മുടെ നാട്ടിൽ വെക്കാൻ പാടില്ല എന്നും പിള്ളേരെ പുറത്ത് തേക്കാൻ പാടില്ല എന്നും കോടതിയിൽ നമ്മുടെ സയന്റിസ്റ്റുകൾ കൊണ്ട് കൊടുത്തു എൻക്വയറി കമ്മീഷണർ. അപ്പോ അവര് പറഞ്ഞു, നോക്കെ ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇതിന്റെ പെർമിഷൻ നിങ്ങളുടെ ഇത് വാങ്ങുമ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് മിനറൽ ഓയിൽ ആയിരുന്നെന്ന്. അപ്പം പറഞ്ഞു നമ്മുടെ സാറുമാർക്ക് അറിഞ്ഞുകൂടായിരുന്നു മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം ആയിരുന്നെന്ന്. ആര് പറഞ്ഞു? നമ്മുടെ വക്കീൽ. അപ്പൊ അവരെ വക്കീൽ പറഞ്ഞു, നിങ്ങൾക്ക് മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരാണോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് പിന്നെ പെർമിഷൻ കൊടുക്കാൻ എത്തിയിരിക്കുന്നത്? അത് കള്ളം. അത് നിങ്ങൾ വേറെ ഏതോ കമ്പനിക്കാരനെ ഉദ്ധരിക്കാൻ അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ഞാൻ വിമാനം കൊണ്ട് പറയുന്നതല്ല, ഇത് കോടതി ഉത്തരവാണായിരിക്കുന്നത്.
അവസാനം കോടതി നിരോധിച്ചു. ഈ പ്രൊഡക്റ്റ് നിരോധിച്ചുകൊണ്ടുണ്ട്. മനസ്സിലായോ? ഹിമാലയക്കാരനെ നിരോധിച്ചു. ഹിമാലയക്കാരൻ പാവപ്പെട്ടവൻ, അവൻ ആയുർവേദമായോണ്ട് അവന് കൂള് കളിക്കാൻ പറ്റിയില്ല. മറ്റവൻ പറഞ്ഞു, ജോൺസൺകാരൻ പറഞ്ഞു, നടക്കില്ല, നിങ്ങൾ ഞങ്ങൾക്ക് പെർമിഷൻ തന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ നിർത്തണമെങ്കിൽ ഞങ്ങളുടെ നഷ്ടപരിഹാരം തരാൻ പറഞ്ഞു. ഞങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ മുടക്കിയിട്ട് പരസ്യം ചെയ്ത് മാർക്കറ്റ് പിടിച്ചു പറ്റിയത്. ഇപ്പൊ എന്നിട്ട് വന്നിട്ട് നിർത്താൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? 36 രൂപ. 36 രൂപ കൂടിയ ഏത് വെളുത്ത ഓയിലും നമ്മുടെ നാട്ടിൽ കിട്ടുള്ളൂ. പിന്നെ അതിന് വില കുറയണമെങ്കിൽ ഇവന്റെ ക്രൂഡേ കിട്ടത്തുള്ളൂ 16 രൂപ. പറ്റില്ല, ആസിഡ് കൊടുക്കണം. അതിനുള്ള കച്ചവടം വല്ലതും ഇല്ലല്ലോ. ഇതിനടുക്കൂടെ നമുക്കൊരു ചിരിയിരിക്കണ്ടേ? സൾഫ്യൂരിക് ആസിഡ് ഓളിയോ ചേർത്താൽ മതി. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കുന്ന പറഞ്ഞുതരണോ? പറഞ്ഞുതരാം, എഴുതിക്കോളൂ. ക്രൂഡ് ഓയിലിന് 40%